യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ കാലഘട്ടത്തിൽ സന്യാസ ജീവിതത്തിലേക്കുള്ള ദൈവവിളിയിൽ കടന്നു വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായി കൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കുകയായിരുന്നു. നമ്മൾ തുടർന്ന് ഇങ്ങനെയുള്ളൊരു സാഹചര്യം, ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്കുള്ള കാരണങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതിനായി നമ്മുടെ കൂടെയുള്ള നമ്മളെ സഹായിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യൽ അച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ ദൈവവിളിയുടെ കുറവുകളെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് സന്യാസ ജീവിതത്തിലേക്ക് വരുന്ന ആളുകളുടെ കുറവിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെ കുറച്ചുകൂടി അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ഇന്ത്യയിൽ സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം പൊതുവിൽ കുറവായി അനുഭവപ്പെടുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രത്യേകിച്ച് കേരളത്തിലാണ് ഇതിൻ്റെ കുറവ്. അതേക്കുറിച്ചും സൂചിപ്പിക്കുകയുണ്ടായി. ഓരോ വർഷവും സമർപ്പിത ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിൻ്റെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് അനുഭവപ്പെടാനും തുടങ്ങി എന്നുള്ളതാണ് ഒരു കാര്യത്തെക്കുറിച്ച്. ഉദാഹരണമായിട്ട് നോവിഷ്യേറ്റിലേക്ക് വരുന്നവർ, ഓരോ സിസ്റ്റേഴ്സിൻ്റെ സമൂഹത്തിലാണെങ്കിൽ ചില വലിയ സഭകൾ അത് പല പ്രൊവിൻസുകളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുള്ള സഭകളുണ്ട്. അപ്പോൾ ഒരു പ്രോവിൻസിലെ നോവിഷ്യേറ്റിൽ പ്രവേശിക്കാനായിട്ട് 1-2 പേരൊക്കെ ഒരു വർഷം കാണുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നോവിഷ്യേറ്റ് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതിന് ഈ സഭകൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2-3 പ്രോവിൻസുകൾ ഒരുമിച്ച് ചേർന്ന് നോവിഷ്യേറ്റ് നടത്തുകയാണ്. അപ്പോൾ 3 പ്രോവിൻസിലെ അല്ലെങ്കിൽ 4 പ്രോവിൻസിലെ നോവീസസ് ഒരുമിച്ച് വരുന്നു. അങ്ങനെയാണ് ഈ പരിശീലനം നോവിഷ്യേറ്റ് കാലഘട്ടത്തിൽ പൂർത്തിയാക്കുന്നത്. അങ്ങനെയുണ്ട്. അത് കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്തൊക്കെയാണെങ്കിൽ ചില സന്യാസഭകൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സാഹചര്യമൊക്കെ മുന്നോട്ട് കണ്ടുകൊണ്ട് അവർ ഒരേ ചൈതന്യം തന്നെയുള്ള പല സഭകളും ഒരുമിച്ച് ചേർന്ന് ഒരു സമൂഹമായി, നോവിഷ്യേറ്റല്ല, പല സമൂഹങ്ങളും ഒരുമിച്ച് വന്ന് ഒരു സഭയായിട്ട് വരും. അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ആളുകൾ കുറയുമ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പരിശീലന കേന്ദ്രങ്ങൾ പല പ്രോവിൻസുകൾക്കായിട്ട് ഒരുമിക്കുന്നു. ഇനി പല സഭകൾ തന്നെ ഒരുമിച്ച് ഒരു സഭയായിട്ട് മാറുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം കേരളത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും ഈ സിസ്റ്റേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ കുറവ് പല മഠങ്ങളിലും ഉണ്ട്. 15 അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന മഠങ്ങളിലൊക്കെ 8ഉം 9ഉം ഒക്കെ ആയി. അവരും ചിലപ്പോൾ പ്രായമുള്ള ആളൊക്കെ ആയിരിക്കും. അത് കൂടുതലും പ്രായമായി 50 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും കൂടുതൽ പേര്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ശുശ്രൂഷ, പഴയ ശുശ്രൂഷ തന്നെ ഇപ്പോഴും തുടരുന്നു. ഇപ്പോൾ സ്കൂളുകൾ കാണും, ആതുര ശുശ്രൂഷകൾ, സാമൂഹ്യ ക്ഷേമ സ്ഥാപനങ്ങളൊക്കെ കാണും, അതൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷേ സിസ്റ്റേഴ്സിൻ്റെ എണ്ണം, ശുശ്രൂഷയ്ക്കുള്ള സിസ്റ്റേഴ്സിൻ്റെ എണ്ണം കുറയുന്നത് കൊണ്ട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ള സിസ്റ്റേഴ്സിന്, അത് കൂടുതലും 50 വയസ്സിന് മുകളിലുള്ള സിസ്റ്റേഴ്സിന് ജോലിഭാരം കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടേണ്ടി വരും. അങ്ങനെ അടച്ചുപൂട്ടേണ്ടി വരുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങൾ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞതുപോലെ ആരും നോക്കാനില്ലാത്ത അവഗണിക്കപ്പെട്ട മാതാപിതാക്കന്മാർ, അതുപോലെ തന്നെ അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ, മാനസികമായിട്ടുള്ള
ബുദ്ധിമുട്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ, അപ്പോൾ ഇവരെ നോക്കാനായിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല. അനാഥരായിട്ട് ഇവരും പോവുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ വിചാരിക്കും ഇത് ഗവൺമെൻറ് നോക്കിയല്ലേ എന്നൊക്കെയുള്ള കാര്യം. നമുക്കറിയാമല്ലോ ഗവൺമെൻറ് ഉള്ള സ്ഥാപനങ്ങൾ തന്നെ എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മൾ പലപ്പോഴും എല്ലാ മാതൃകാ സ്ഥാപനങ്ങളാണെന്നൊക്കെ പറയുമ്പോഴും അവിടേക്കൊക്കെ കയറി ചെല്ലുമ്പോഴൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. ഞാനത് കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ വേണ്ട പോലെയല്ല പലപ്പോഴും നടക്കുന്നത് എന്നുള്ള ആരെയും കുറ്റപ്പെടുത്തുകയല്ല, എങ്കിൽ പോലും വേണ്ട പോലെയല്ല നടത്തുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഇങ്ങനെയുള്ള അനാഥരാകാനായിട്ട് പോവുകയാണ് ഇങ്ങനെ സംഭവിക്കുമ്പോഴെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഒരു നേരിടുന്ന ഒരു ചുരുക്കി പറഞ്ഞാൽ സമൂഹം ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. അതെ, ഇതിൻ്റെ വിപത്തുകൾ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുകയാണെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് കാര്യമാണ്. അപ്പം കേരളത്തിന് പുറത്തുള്ള ഈ സമർപ്പിത ജീവിതത്തിലേക്ക് ഉള്ള വിളി എങ്ങനെയാണ് ഇന്ത്യയിൽ കേരളത്തിന് പുറത്തുള്ള സമൂഹങ്ങളിൽ എന്ന് പറയുമ്പോഴത്തേക്കും, ഇപ്പം കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിൽ ഈ മണിപ്പൂർ ഉദാഹരണമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം കുറച്ചുകൂടെ കൂടുതലുണ്ട് എന്നുള്ളതാണ് അവിടെയുണ്ട്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് നമുക്ക് കാണാവുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റ് ചില സ്റ്റേറ്റുകളിലുമൊക്കെ വടക്കേ ഇന്ത്യയിലെ പക്ഷേ അവിടെ കത്തോലിക്കരൊന്നും അധികം ഇല്ല എന്നുകൂടി ഓർക്കണം. പക്ഷേ ഈ കേരളത്തിലേതും അതുപോലെ സമീപ പ്രദേശങ്ങൾ സമീപ സംസ്ഥാനങ്ങളിലുമൊക്കെ ഈ കുറവ് വരുമ്പോഴത്തേക്കും വാസ്തവത്തിൽ ഭാരതത്തിൽ ഈ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെ കുറവ് വരികയാണ്. അവിടെ ഒരു കുറച്ച് ഈ നോർത്ത് ഈസ്റ്റിൽ കൂടിയെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ കുറയുന്നതിൻ്റെ ആനുപാതികമായിട്ട് അവിടെ കൂടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയിലും ഒരു പ്രവർത്തിക്കുന്ന ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന സമർപ്പിതരുടെ എണ്ണം കുറവായിട്ട് തന്നെ അനുഭവിക്കും. അല്ല, ഞാൻ എൻ്റെ മനസ്സിൽ ചോദിക്കും, എന്താ പ്രത്യേകതയെങ്കിലും ഉണ്ടോ അവിടെ നോർത്ത് ഈസ്റ്റിലൊക്കെ ഇങ്ങനെ ഇതിനേക്കാൾ നമ്മുടെ ഈ തെക്കേ ഇന്ത്യയിലെ ആൾക്കാർക്ക് ബെറ്ററായിട്ടുള്ളൊരു ദൈവവിളി ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണം? നോർത്ത് ഈസ്റ്റിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല ചോദ്യമാണ്. കൂടുതലായിട്ട് ഇപ്പം ഒരു കാലത്ത് നമുക്ക് കൂടുതലായിരുന്നു, കേരളത്തിൽ ഒക്കെ വളരെ കൂടുതലായിരുന്നത് പോലെ തന്നെ ഇവർക്കും കൂടുതലായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം സ്വീകരിക്കുന്ന ആളുകൾ കൂടി വരുന്നു എന്നുള്ളതാണ് ഒരു കാരണം. വിശ്വാസികളുടെ എണ്ണത്തിലുള്ള വർധന ഒരു കാര്യം വരുന്നു. പിന്നെ കുട്ടികളും നമ്മുടെ ഇവിടത്തേക്കാളും കൂടുതലായിട്ടുള്ള ഒരിതുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ നിന്നൊക്കെ പോയിട്ടുള്ള സിസ്റ്റേഴ്സിൻ്റെയും വൈദികരുടെയും മറ്റ് സമർപ്പിതരുടെയും ഒക്കെ പ്രവർത്തന ഫലമായിട്ടൊക്കെ സഭ കുറച്ചുകൂടി ഒരു ലൈഫുള്ള ഒരു സഭയായിട്ട്, ജീവനുള്ളൊരു സജീവമായിട്ടുള്ള ഒരു സഭയായിട്ട്, പ്രത്യേകിച്ച് ഈ വചനപ്രഘോഷണമൊക്കെ വഴിയായിട്ട് ഒരുപാട് പേര് ക്രൈസ്തവരായിട്ടുള്ളവരാണെങ്കിൽ പോലും വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട്, കത്തോലിക്കരായിട്ടുള്ള ആൾക്കാർ വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ടും ഇതുപോലെ പ്രേക്ഷിതരായിട്ട് മുന്നോട്ട് വരാനായിട്ടൊക്കെ തയ്യാറെടുക്കുന്നുണ്ട്. അതാണൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത് എന്നുള്ളതാണ് അവിടെയുള്ളത്. ഇനി സാറ് ചോദിച്ച കാരണങ്ങളിലേക്ക് നമുക്ക് വരാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ലോകത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലേക്ക് നമ്മൾ വരികയാണ്, ഇന്ത്യയിലേക്ക് വരികയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ, അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് പൊതുവായിട്ട് പറയാനുള്ളത്, വൈദികരാകാനായിട്ട് വരുന്ന അർത്ഥികളുടെ കുറയാനുള്ള കാരണം എന്താണോ ആ കാരണങ്ങൾ പലതുമാണ്. ഈ സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം കുറയാനായിട്ടുള്ള കാരണം എന്നുള്ളതാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോഴത്തേക്കും കുടുംബങ്ങളിൽ കുട്ടികളുടെ കുറവാണ്. അതായത് നമ്മൾ ഈ 1990, 2000 ഒക്കെ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു വീട്ടിലൊക്കെ 4, 5 കുട്ടികൾ ഒക്കെ ഉള്ള കത്തോലിക്ക കുടുംബങ്ങളിൽ 4, 5 മക്കൾ അല്ലെങ്കിൽ 4 പേരെങ്കിലും ഒക്കെ ഉള്ളൊരു കാലഘട്ടമായിരുന്നു. 8, 10 ഒക്കെ ഉണ്ടായിരുന്നു നേരത്തെ. അതിനു മുമ്പ് 1970കളിലേക്ക് വരുമ്പോഴത്തേക്കും മിക്കവാറും കുടുംബങ്ങളിൽ കത്തോലിക്ക ഭവനങ്ങളിലൊക്കെ 7, 8, 10 ഒക്കെ കുട്ടികൾ. 8 മക്കളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഒരു മക്കളുടെ എണ്ണം കൂടുന്നു. 8 മക്കളിൽ 3 പേര് കന്യാസ്ത്രീകൾ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഇതിലേക്ക്, അതായത് അതും പിന്നെ മാത്രമല്ല അടുത്തൊരു കാര്യത്തെക്കുറിച്ച്, നമ്മൾ കുട്ടികളുടെ എണ്ണം കൂടുതൽ ഒരു കാര്യം വരുന്നുണ്ട്. അപ്പം ഈ മാതാപിതാക്കന്മാർ, പ്രത്യേകിച്ച് ഗ്രാൻഡ് പേരൻസ്, അവർ പിന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ആരെങ്കിലുമൊക്കെ സമർപ്പിത ജീവിതത്തിലേക്ക് വൈദികരായിട്ടോ സിസ്റ്റേഴ്സായിട്ടോ ഒക്കെ പോയിട്ടുള്ളവർ കാണും. അവരുടെ സ്വാധീനം
സ്വാധീനം എന്ന് പറയുമ്പോൾ അവരുടെ മാതൃക. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പിള്ളേരോട് പറയും മഠത്തിൽ പോകുന്ന കാര്യത്തെക്കുറിച്ചും അച്ഛനാകുന്ന കാര്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്നൊരു കാര്യമാണ്. അപ്പം കൂടുതൽ കുട്ടികളുണ്ടായിരുന്നു, അതിൽ ആർക്കെങ്കിലുമൊക്കെ ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു, പ്രോത്സാഹനം ഉണ്ടായിരുന്നു, ഇതുള്ള ഒരു കാര്യമാണ്. അപ്പം കുട്ടികളുടെ എണ്ണത്തിലുള്ള കുറവ് സ്വാഭാവികമായിട്ട് ഈ എല്ലാ മേഖലകളെയും വ്യാപിക്കും. പ്രത്യേകിച്ച് ഏതെങ്കിലും ഈ പറയുന്ന വൈദികരാകാനായിട്ടും സിസ്റ്റേഴ്സ് ആകാനായിട്ട് പോകുന്ന ആളുകളുടെ എണ്ണവും സ്വാഭാവികമായിട്ട് കുറയുമെന്നുള്ളതാണ് കുട്ടികളുടെ എണ്ണം. ഇനി രണ്ടാമതായിട്ട് ഒരു സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതിൻ്റെ കാരണമായിട്ട് നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതപരമായിട്ടുള്ള കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ്. മതപരമായിട്ടുള്ളൊരു പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് സാധാരണഗതിയിൽ ഒരു ദിവസം അങ്ങോട്ട് തോന്നുകയല്ല ഈ മടത്തി പോയേക്കാം അല്ലെങ്കിൽ സെമിനാരി പോയേക്കാം എന്ന് തോന്നുകയല്ല വാസ്തവത്തിൽ. ഒരു ആത്മീയ പശ്ചാത്തലം പണ്ട് നമ്മുടെ കുടുംബങ്ങൾക്ക്, കത്തോലിക്ക കുടുംബങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നു. ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതൊന്നുമില്ല. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് വേണം എഴുന്നേൽക്കാനായിട്ട്. അപ്പം കുട്ടികളെയൊക്കെ ഈ പള്ളിയുടെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീടെങ്കിൽ കുർബാനയ്ക്ക് പോകുന്നു. പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ചും പിന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് പോകുന്നു, നിർബന്ധിക്കുന്ന മാതാപിതാക്കന്മാർ. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം എല്ലാവരും കൂടെ കൂടിയുള്ള ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഇങ്ങനെ കുടുംബത്തിൽ തന്നെ ഒരു അന്തരീക്ഷമുണ്ട്. പിന്നെ മാത്രമല്ല ഈ കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ആ ഒരു കുടുംബം ദേവാലയമാണെന്നുള്ള ഒരു സങ്കല്പം, ഒരു വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ, അതായത് കുടുംബത്തിൽ ചെയ്യാൻ പാടില്ലാത്തതും പറയാൻ പാടില്ലാത്തതും ഒക്കെ നടപ്പാകരുത് എന്നുള്ളൊരു ചിന്ത, ഒരു നിർബന്ധമൊക്കെ കാരണന്മാർക്കും ഉണ്ടായിരുന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ശരിക്കായിട്ടുള്ളൊരു ക്രൈസ്തവ ജീവിതം മാതാപിതാക്കന്മാർ തന്നെ ഒരു മാതൃകയൊക്കെ ആയിട്ട് കാണിക്കുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇന്ന് ആ മതപരമായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിലുള്ളൊരു കുറവ് വന്നിട്ടുണ്ട്. ഞാൻ ഇത് പറയുമ്പോഴേ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം ഓർക്കാറുണ്ടേ. ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിൽ ഈ മാതാപിതാക്കന്മാർ അപ്പനും അമ്മയൊക്കെ ഞങ്ങളെ രാവിലെ എഴുന്നേൽപ്പിച്ച് ഈ അരമണിക്കൂർ നടക്കണം പള്ളിയിലേക്ക്. രാവിലെ എഴുന്നേൽപ്പിച്ച് എല്ലാവരെയും, അപ്പനും വരും അമ്മയും വരും, ഞങ്ങളെല്ലാവരും കൂടെ ദിവസവും കുർബാനയ്ക്ക് പോകും. എന്നിട്ട് തിരിച്ചു വരും. എന്നിട്ട് തിരിച്ചു വന്നിട്ട് വേണം വീണ്ടും ആ സ്ഥലത്ത് ഞാൻ സ്കൂളിൽ പോകേണ്ടത്. അപ്പോൾ 2 വട്ടം ആ സ്ഥലത്തേക്ക് നടക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ വളർന്നുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 3 പേര് കന്യാസ്ത്രീകളാകാനൊക്കെ ഉണ്ടായി സാഹചര്യം ഉണ്ടായി. ഇന്നത് ഒന്നുമില്ല. അപ്പോൾ അത് അതേക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരുടെയും കുറ്റമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, അന്ന് മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വീടുമായിട്ട് ബന്ധപ്പെട്ട ജോലിയും മറ്റും ഒക്കെ ആയിരുന്നു. അവർക്കും അതിനുള്ള സമയം ഉണ്ടായിരുന്നു. ഇന്നെന്ന് പറയണമെങ്കിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അധ്വാനിക്കണം. അത് വീട്ടിൽ എന്തെങ്കിലും കൃഷിപ്പണിയൊക്കെ ചെയ്തൊന്നും ജീവിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. പുറത്ത് ഈ പറയുന്ന കുട്ടികളുടെയൊക്കെ, ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ മാതാപിതാക്കന്മാർ പലരുമൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് വിദേശത്തോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള തൊഴിലിടങ്ങളിലേക്ക് രാവിലെ പോകേണ്ടതായിട്ട് വരും. അധ്വാനിച്ചെങ്കിൽ മാത്രമേ അപ്പം കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളതാണ്, ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അന്തരീക്ഷം വേറെ കിടക്കുന്നു. അപ്പോൾ മാതാപിതാക്കന്മാർക്ക് രാവിലെ ഈ കുട്ടികളെയും കൊണ്ട് പോകാനായിട്ട് പറ്റിയല്ല. ഇനി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ പാഠ്യപദ്ധതിയല്ല ഇന്നത്തെ പാഠ്യപദ്ധതി എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ച് ഒരു കാര്യം, അവർക്ക് വർക്ക് ലോഡ് കൂടുതലാണ്. അപ്പോൾ ഈ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും അതിനുശേഷം ഇപ്പം സ്കൂളിലാണെന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് 8 മണിയാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ചിലയിടത്ത് 7:30 ആകുമ്പോഴത്തേക്കും സ്കൂളിൽ പോകാനുള്ള വണ്ടി വരും. അപ്പോൾ അതിന് ഒരുങ്ങിയിരിക്കണം. ഇപ്പോൾ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്കും ഒന്നുകിൽ ഭക്ഷണം ഒക്കെ കുട്ടികൾക്ക് എല്ലാം ശരിയാക്കി കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള പണ്ടൊക്കെ എന്ന് പറയുന്നത് സ്കൂളിലേക്ക് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേ 8:45 ആയിട്ട് പോയാൽ മതി. ഇതിനിടയ്ക്ക് ഇപ്പോൾ ഈ LP സ്കൂളിൽ പിള്ളേർക്ക് ട്യൂഷനുണ്ട്. ട്യൂഷനുണ്ട്, അത് ഒരു അഡീഷണൽ. അപ്പോൾ ഇതൊക്കെ സ്കൂളിൽ തന്നെ നിർബന്ധിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു കോമ്പറ്റീഷനാണ്. അപ്പോൾ അടുത്ത ഇതിലേക്ക് 5ാം ക്ലാസ്സിലേക്ക് ചേരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കിൻഡർ ഗാർട്ടൻ കഴിഞ്ഞിട്ട് 1ാം ക്ലാസ്സിലേക്ക് ചേരണമെന്നുണ്ടെങ്കിൽ, അപ്പം പണ്ടൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് 1 നിന്ന് 2ലേക്ക് ഒക്കെയുള്ള ഈ നന്നായിട്ട് സാമാന്യമൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉള്ളൊരു പ്രൊമോഷനൊക്കെ ഉണ്ടായിരുന്നു. പഠിക്കാൻ അധികം കാര്യങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം അങ്ങനെയല്ല, പഠനഭാരം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് കുടുംബത്തിൽ ആത്മീയ പശ്ചാത്തലം ഇല്ലെന്ന് പറയുമ്പോഴും ഈ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ്.
കാര്യങ്ങൾ നമ്മൾ മറക്കരുതെന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ഈ ഇങ്ങനെയുള്ളൊരു ചുറ്റുപാടിലും ഒക്കെ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുകയും മാതൃകാപരമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കന്മാർ ധാരാളമായിട്ട് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു കാര്യമാണ്, കുടുംബത്തിലെ ഒരു ആത്മീയമായിട്ടുള്ളൊരു പശ്ചാത്തലം. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ പണ്ടൊക്കെ എന്ന് പറയുന്നത് കുട്ടികൾ ഈ പലരും ഇടവകയായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഭക്തസംഘടനകളിലെ അംഗങ്ങളായിരുന്നു. ഇപ്പോൾ അൾത്താര സംഘം, അൾത്താര ബാലന്മാരുടെ ഉണ്ട്, തിരുവാല സഖ്യം എന്ന് പറയുന്ന ഒരു സംഘം, പിന്നെ മിഷൻ, ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന് പറയുന്നത്, ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇതാണ്. പിന്നെ KCYM എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നിപ്പം KCYM എന്നൊക്കെ പറയുന്ന സംഘടന ഉണ്ടെങ്കിൽ പോലും അത് പ്രവർത്തിക്കാനായിട്ടുള്ള ആളുകളോ ഒന്നും ഇങ്ങനെ ഇല്ല. CLC. അപ്പോൾ ഇങ്ങനെ ഉള്ള ആ ഒരു സംഘടനകളിലേക്ക് ഈ കുട്ടികൾ വരുന്നില്ല. അതിനുള്ളൊരു സാഹചര്യവും അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളത്. എല്ലാവർക്കും തിരക്കാണ്. അപ്പോൾ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ആത്മീയ പശ്ചാത്തലത്തിലേക്ക് വളരുന്നതിൽ ഒരു പഴയതുപോലെ സാധിക്കാത്തതിൻ്റെ ഒരു കാരണം? അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഘടനകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് മിഷനറി ആയിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ മിഷൻ സംഘടനയിലുള്ള ആളുകൾ, ചെറുപുഷ്പ മിഷൻ ലീഗിലുള്ള അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കേട്ടു വരുന്നത് പഠിച്ചതുമൊക്കെ നമ്മുടെ ഇവിടുന്ന് സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ മിഷനിൽ പോയി അവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരുപാട് ത്യാഗം ഉണ്ടെങ്കിൽ പോലും അപ്പോൾ ഇത് കേൾക്കുമ്പം തന്നെ ഒരു അഡ്വഞ്ചറസ് സ്പിരിറ്റോടെ ഉണ്ടാകുകയാണ്. അപ്പോൾ ഇവരെ പോലെ ആകണമെന്നുള്ള ഒരു ഇതുണ്ട്. ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള കഥകളൊന്നും കേൾക്കുന്നില്ല. പിന്നെ മാത്രമല്ല, കുഞ്ഞു മിഷണറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ചെറിയ മാസികകളുണ്ടായിരുന്നു. സ്നേഹസേന, കുഞ്ഞു മിഷണറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മാസികകളുണ്ടായിരുന്നു. അതൊക്കെ വായിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ പിള്ളേർക്ക് ഇപ്പോൾ അത് പലതും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പലതും ഇല്ല, നടത്തിക്കൊണ്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ട് ഒരു ആത്മീയമായിട്ടുള്ളൊരു പശ്ചാത്തലം പഴയതുപോലെ ഇല്ല. അതൊരു കാരണം കൂടിയാണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ്. പിന്നെ നമ്മൾക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് പൊതുവിൽ ഈ കുട്ടികൾ സ്കൂളിലൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്കും തന്നെ അതിനു മുമ്പ് തന്നെ കാരണവന്മാർക്ക് ഈ കുട്ടികൾ ആരാകണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. എൻ്റെ ഈ കുട്ടി ഇതൊരു കളക്ടറാകണം, ഒരു ഡോക്ടറാകണം, അല്ലെങ്കിൽ IT പ്രൊഫഷണൽ, അറിയപ്പെടുന്ന ഒരു IT പ്രൊഫഷണലാകണം എന്നുള്ളതാണ്. ഇതൊക്കെയാണ് അവരുടെ മനസ്സിലുള്ളത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ 3-4 കുട്ടികളുണ്ടെങ്കിൽ ഇതിലൊരാൾ അച്ഛനാകണം, ഒരാൾ സിസ്റ്ററാകണം എന്നൊക്കെയുള്ളൊരു ചിന്ത. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവർക്കൊരു സ്വപ്നമുണ്ട്, ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നു, കാരണന്മാർക്കൊരു ഇതുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ താല്പര്യങ്ങൾ ഈ ഡോക്ടറാകണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ഇപ്പം വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഒരു IT, അതെ IAS ആണ്, IAS ആകണം, അല്ലെങ്കിൽ CAക്ക് ഇപ്പോഴും ഡിമാൻഡ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ തലത്തിലാണ്. അതെ. അപ്പോൾ അങ്ങനെ ഒരു വളർത്തി ജീവിതത്തിൽ ഒരിടത്തൊക്കെ എത്തിച്ചേരണം എന്നുള്ളതാണ്. അംഗീകരിക്കപ്പെടുന്ന ആളുകൾ അംഗീകരിക്കുന്ന ഒരു ജോലിയിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ ഇതാണ് അവരുടെ സ്വപ്നം. ഈ സ്വപ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ അടുത്ത്. അപ്പോൾ ഈ കൊച്ചിനെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ ചിന്തിപ്പിക്കുകയാണ്. അതാണ് നമ്മുടെ കോട്ടയത്തെ കളക്ടർക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ കളക്ടർക്ക് കൊടുക്കുന്ന സ്വീകരണമൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു അച്ഛനാകണം, ഒരു മിഷണറി ആകണം എന്നൊക്കെയുള്ള, കന്യാസ്ത്രീ ആകണം എന്നൊക്കെയുള്ളതൊക്കെ പറയുമായിരുന്നു ഇടയ്ക്കൊക്കെ പറയാനായിട്ട് മാതാപിതാക്കന്മാരുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയുള്ളവരില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്ത കുട്ടികൾക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ എന്തെങ്കിലും സമൂഹത്തിൽ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എത്തിപ്പിടിക്കണം, എന്തെങ്കിലും നേടണം, അറിയപ്പെടുന്ന ഒരാളാകണം, ജീവിതം സുരക്ഷിതമാക്കണം, സമ്പത്ത് വർദ്ധിപ്പിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹവും ചിന്തയൊക്കെയാണ് സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ കൗമാരത്തിലെത്തിയിരിക്കുന്നത്. കുട്ടികൾ കളിക്കുന്ന കൂട്ടത്തിൽ തന്നെ അച്ഛനായി കളിക്കുക, അതെ, ഇങ്ങനെ പായ ഒക്കെ കീറി അത് കുർബാന കുപ്പായം പോലെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കളികളും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠനം എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മറ്റൊരു ആളുകളോടുള്ളൊരു കൺസേൺ, കരുതൽ, ഇതൊക്കെ കുട്ടികൾക്കും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒറ്റ കുട്ടിയൊക്കെ ആയപ്പോൾ അല്ലെങ്കിൽ 2 കുട്ടികളൊക്കെ ആയിരുന്ന എല്ലാം എന്താ വെച്ച് കഴിഞ്ഞാൽ തനിക്ക് വേണ്ടി തൻ്റെ കാര്യം മറ്റുള്ളവർക്ക് മറ്റേതൊരു പങ്കുവയ്ക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു.
ഒരു കരുതലുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ഇളയ കുട്ടി വീഴുന്നു, ഉടനെ തന്നെ ഓടിപ്പോയി അത് എടുക്കുന്നു, അതിനെ എടുക്കുന്നു, കുളിപ്പിക്കേണ്ടതാണെങ്കിൽ കുളിപ്പിക്കുന്നു, അപ്പോൾ അങ്ങനെ ആശ്വസിപ്പിക്കുന്നു. ഇതൊക്കെ കുടുംബത്തിലെ ഒരു ഇതായിരുന്നു. ഇന്നിപ്പോൾ ഒറ്റ കുട്ടിയേ ഉള്ളൂ. അപ്പോൾ ഈ മറ്റുള്ളവരോടുള്ള കരുതലും കരുണയും സ്നേഹത്തിൻ്റെ പങ്കുവയ്പ്പും എന്നൊക്കെ പറയുന്നത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇത് തൻ്റെ വളർച്ച, തൻ്റെ കാര്യം, അപ്പോൾ ഇതിലാണ് ഇപ്പം പൊതുവിൽ ഇങ്ങനെ ആയി വരുന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാനുഭൂതി എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ എൻ്റെ ശുശ്രൂഷ വഴി അച്ഛനായി കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പേരെ സേവിക്കണം എന്ന് പറയുന്ന, അവരുടെ വേദന കുറയ്ക്കണം എന്നുള്ളൊരു കാര്യമാണ്, എന്തെങ്കിലും ഒക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരാഗ്രഹം എന്നൊക്കെ പറയുന്നിടത്തൊക്കെ ഇന്ന് കുറവ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. മറ്റൊരു കാര്യമാണല്ലോ ഈ മാധ്യമങ്ങളുടെ അതെ ഭയങ്കര സ്വാധീനമുണ്ടെന്നു. ലോകത്തിൻ്റെ ആകർഷണം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ളൊരു, പിന്നെ വേറൊരു കാര്യം സാറ് കഴിഞ്ഞ ഒരു പ്രാവശ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഉള്ള ഒരു ഈ സമർപ്പിത ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അതുപോലെ തന്നെ ചില സംഭവങ്ങൾ വീഴ്ചകളൊക്കെ ഉണ്ടാകുന്നതുമൊക്കെ ഈ ഒരു ഇടർച്ചയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ജീവിതം ഒരു അനാകർഷകമായിട്ടുള്ള ഒരു ജീവിതമായിട്ട് തോന്നുന്ന ഇതുണ്ട്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ ഇതിന് കാരണമായിട്ട് സന്യാസ സമർപ്പിത ജീവിതത്തിലേക്ക് ആളുകൾ വരുന്നതിന് തടസ്സമായിട്ടൊക്കെ നിൽക്കുന്ന പല കാരണങ്ങളും ഉണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം അവസാനമായിട്ട് പറയാനുള്ളതായിട്ടുള്ള ഒരു കാര്യം, എന്താണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതും കൂടെ ഒരു കാര്യം ഓർക്കണം. അപ്പോൾ ഇതേക്കുറിച്ചുള്ളൊരു അവെയർനെസ് ഇതാണ്. പണ്ട് ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഈ പറയുന്ന സമർപ്പിതരുടെ എണ്ണം കുറഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് വൈദികരുടെ എണ്ണമൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് വൈദികരെ ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിതരെ ഒക്കെ വിളിക്കുകയും ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇന്ത്യയിൽ നിന്നൊക്കെ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ആഫ്രിക്കയിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരുന്നത് എന്ന് പറയുന്നത്. ഇവിടെ ഇനി കുറയുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരുന്നു. പണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരുന്നു, പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പോയി രണ്ട് കൂട്ടത്തും അതെ ഇവിടെയും കുറവാണ്. അപ്പോൾ ഇനി ഒരിടത്തുനിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് ഇവിടെ തന്നെ നമ്മൾ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ തന്നെ പരിഹാരം കണ്ടെത്തുന്നുള്ളത് ഇങ്ങനെ ഇതൊരു വലിയ പ്രശ്നമായിട്ട് വിശ്വാസികളുടെ സമൂഹത്തിന് തോന്നണം. അതുപോലെ തന്നെ വിശ്വാസികളുടെ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന സഭയിലെ അധികാരികൾക്കും തോന്നണം. ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നണം എന്നുള്ളതാണ്. അപ്പം വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ടും ഒക്കെയുള്ള മാർഗങ്ങളാണ് ഈ ഒരു ഇത് മറികടക്കാനായിട്ടുള്ള ഒരു കാര്യമാണ്. കുടുംബത്തിലാണെങ്കിൽ ശരി, സഭാസമൂഹത്തിൽ, ക്രൈസ്തവ കത്തോലിക്ക സഭാസമൂഹത്തിൽ നമ്മൾ കൊടുക്കേണ്ട ചില പ്രയോറിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ പ്രയോറിറ്റി എന്താണെന്നുള്ളതൊരു ചിന്ത ഈ ക്രൈസ്തവരായിട്ടുള്ള കത്തോലിക്കരായിട്ടുള്ള സാധാരണ വിശ്വാസികൾക്കും അവർക്ക് നേതൃത്വം നൽകുന്ന, ആത്മീയ നേതൃത്വം നൽകുന്ന വൈദികർക്കും രൂപതയിലെ അധികാരികൾക്കും മെത്രാന്മാർക്കും ഇതാണ് ജീവിതത്തിൽ ഇതൊരു ഗൗരവമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്, കൺഫ്രണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്നുള്ളത് ബോധ്യം വേണം. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ സന്യാസ ജീവിതത്തിലേക്ക് ഉള്ള ദൈവവിളി ക്രമേണ കുറഞ്ഞു വരുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ കാരണം എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഇക്കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യിലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ എഴുതുമ്പോൾ നിങ്ങളുടെ കോണ്ടാക്റ്റ് നമ്പർ കൂടെ കാണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കത്തുകൾ എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.